ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ സ്മാഷ് ചെയ്തിട്ടേക്ക്. ഞാൻ അറിയാതെ പ്ലാങ്ക് വെച്ച് പോയി. നമുക്കിത് ബ്രേക്ക് എടുക്കാം. എന്തായാലും ഞാൻ കുറച്ച് സാൻഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ എൻ്റെ മറ്റേ വെള്ളി ഞാൻ ചത്തുപോയായിരുന്നു. അതുകൊണ്ട് ഞാനിത് പുതിയ സീരീസ് ആക്കി തുടങ്ങാൻ, അല്ല പുതിയ സീരീസ് അല്ല, മറ്റേ സീരീസിന്റെ കണ്ടിന്യൂസ് തുടങ്ങാനാണ് ഞാനിത് വിചാരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പം ഇവിടുന്ന് കുറച്ച് കോള് കിട്ടിയായിരുന്നു. ഞാനത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് എന്തെങ്കിലും വീഡിയോ ഇടാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ കളയുമായിരുന്നു. അല്ല, അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടാൻ പോവായിരുന്നു. വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സോറി ഗൈസ്. എന്തായാലും ഒരു ദിവസത്തെ വീഡിയോ ഇടാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറ്റിയില്ലായിരുന്നു. അതിന് സോറി ഗൈസ്, സോറി. എവിടുന്നാണ് ഈ വെള്ളം വരുന്നത്? തീർന്നോ? ഇപ്പൊ തീർന്നു. ഡാമേജ് എടുത്തു ഗൈസ്. നമുക്കിപ്പോ കോൾ മൈൻ ചെയ്യാം ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ അറിയാതെ ഒരു ആക്സ് ഉണ്ടാക്കാൻ പോയതാ. പക്ഷെ എന്റെ കഷ്ടക്കാലത്ത് ഞാൻ ഉണ്ടാക്കിയ പിക്കാക്സാ. അങ്ങനെ ഒരു കാരണവും കൂടെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ നിങ്ങൾ എന്റെ പിക്കാക്സ് കോളിഞ്ഞു പോയല്ല എന്റെ. ഓക്കെ, എന്തുവാ ഇത് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും ഞാൻ പിക്കാക്സ് ഉണ്ടാക്കിയതിന് നിങ്ങൾ പിക്കാക്സ് ഉണ്ടാക്കി ആക്സ് ഉണ്ടാക്കാൻ പറ്റാതിരുന്നതിന് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ സ്മാഷ് ചെയ്തേക്ക്. അതേ ഉള്ളൂ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ വഴി. നമുക്ക് നമ്മളുടെ ഇതുണ്ടാക്കുന്ന തിരിച്ച് ബേസിലോട്ട് പോവാം. എന്നിട്ട് നമ്മള് വീട് നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അയ്യോ, എന്റെ ബെഡിന്റെ അയ്യോ, ഞാൻ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇതിനെ മണ്ട പോയി കിടക്കുമായിരുന്നു. മോപ്സ് ഒക്കെ മൊത്തം താഴെയാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് മണ്ടപ്പെട്ടു. നമുക്കിപ്പോ ബെഡ് എടുക്കാം. കയറുക, കിടക്കുക. എന്റെ ഞാൻ തന്നെയാണ് കഴിച്ചത്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം ബെഡ് എടുക്കാൻ അല്ല, മണ്ടേ പോയി കിടക്കാനായിരുന്നു. നമുക്കൊന്നും കൂടെ തിരിച്ചു വരണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ എന്ത് കഴിക്കുന്നു. എന്റെ അമ്മ ചത്തായിരുന്നു. അവന്റെ അപ്പനെ കൊഞ്ഞ അടിക്കാൻ വന്നു അല്ലേ. അതുകൊണ്ട് നമ്മൾ ബെഡ് എടുത്ത് നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ വേറെ ക്രീപ്പർ ഒന്നും ഇല്ലല്ലോ ഇവിടെ. അയ്യാ, മനുഷ്യന് ഫൈനലി ഗൈസ്, ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചോണ്ടിരുന്ന ബോൺ. ലെറ്റ്സ് ഗോ. ഞാൻ ബെഡ് കളക്ട് ചെയ്തു ഗൈസ്. നമുക്കിനി സ്മെൽറ്റ് ആക്കാൻ വെക്കാം നമ്മുടെ ഗ്ലാസിന് വേണ്ടി. 4 ഫർണസ് ഉണ്ട്. നമ്മൾ എല്ലാ ബ്ലാക്ക് സ്മിത്തിന്റെ വീട്ടിൽ നടത്തുന്നു വന്നതാണ്. 6 വേണ്ട, 3. ഓക്കെ, ഇപ്പൊ എല്ലാത്തിനും അത് സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് വീടിന്റെ ബേസ് എല്ലാം പണി തുടങ്ങാം. നമുക്ക് എല്ലാം കുറെ ഓക്ക് സ്ലാബ് ആക്കാം. ഒരു സ്റ്റാക്കും 50 ഇരിക്കുന്നത്. ഇത്രയും വേണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. ചിലപ്പം ഇതിനെക്കാളും കൂടുതൽ വേണ്ടി വരും. പിന്നെ ഞാൻ ചത്തുപോകാതിരിക്കുവാണ്. ഞാൻ മോഫാം എല്ലാം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്.
അപ്പോൾ മോഫാമെല്ലാം ഞാൻ മോഫാമെല്ലാം ഉണ്ടാക്കുന്ന കാണുന്നത് ഗൈസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങോട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം കുറച്ചുകൂടെ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ അന്നേപ്പം തന്നെ പണിയെല്ലാം തുടങ്ങുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ആ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ സ്മാഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇപ്പൊ സ്മാഷ് ചെയ്തിട്ട് പോയി സ്മാഷ് ചെയ്ത് ഇപ്പൊ അങ്ങോട്ട് വെക്കുന്നേ. ആ നോട്ടിഫിക്കേഷൻസ് ഓണാക്കി. അതുപോലെ നിങ്ങൾ റോബ്ലോക്സ് കളിക്കുന്നതാണ്. ഞാൻ ബ്ലോക്സ് റൂട്ടിൽ ഡ്രാഗൺ പെർമനന്റ് ഡ്രാഗൺ ഗീവ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു 10K അല്ലെങ്കിൽ 50K അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെർമനന്റ് ഡ്രാഗൺ വേണമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ സ്മാഷ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നിങ്ങളുടെ പേരും റോബ്ലോക്സ് യൂസർ നെയിമും കമന്റ് ചെയ്ത് വെച്ചേക്കും. ഞാൻ ഗിഫ്റ്റ് തന്നേക്കുമല്ലോ. എന്തായാലും നമുക്കിപ്പം വലിയ വർത്തമാനം പറയാതെ വീടിന്റെ പണി തീർക്കാം. നമ്മൾ ഫ്ലോർ പണിതിട്ട് അവസാനം നമ്മൾ ലേഔട്ട് എല്ലാം തുടങ്ങുന്നു. ഓക്കെ, എനിക്ക് തോന്നിയായിരുന്നു കുറെ ഓക്ക് പ്ലാങ്ക്സ് വേണമായിരുന്നു. നമുക്കിനി കുറെ ഉണ്ടാക്കണം. കുറെ പോട്ടെ വണ്ടി പോടെ. ഒരു സ്റ്റാക്ക് ഇപ്പൊ എടുത്തേക്കാം ഗൈസ്. ഒരു സ്റ്റാക്ക് 2 എണ്ണം കൊണ്ടിരിക്കട്ടെ. ഇപ്പം 2 വെച്ച സ്ഥലം മാറിപ്പോയി. കളക്ട് ചെയ്യുക, താഴോട്ടിറങ്ങുക, വീണ്ടും അടിയിൽ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല തന്നെ. നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം, അതാ നല്ലത്. ഇപ്പൊ 4 എണ്ണം വീതം പോയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം. നമ്മൾ അടുത്ത സ്റ്റാക്ക് ഇപ്പൊ അധികം താമസിക്കാതെ തീരും. 12, 10, 8, 6, 4, 2 അല്ലേ. എന്തായാലും ഒരു സ്റ്റാക്ക് കൂടെ മതിയെന്ന് തോന്നുന്നു ഗൈസ്. കുറെ ഓക്ക് പ്ലാൻസ് ഉണ്ട്, അതൊരു ഭാഗ്യമാണ്. ഒരു സ്റ്റാക്കിൽ കൂടി ഉണ്ടാക്കിപ്പോയി. സാരമില്ല, ഇരിക്കട്ടെ. എന്തായാലും റൂഫ് പണിയാനുള്ളത് അല്ലേ ഗൈസ്. ഗൈസ് പട്ടി നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് കിട്ടുമോ നോക്കാം. എന്തായാലും കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. എടാ പട്ടിക്കുട്ട, എങ്ങോട്ട് വാ പട്ടിക്കുട്ടാ. ഫസ്റ്റ് ട്രൈ. ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ലക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ. എന്തായാലും എനിക്ക് ഫസ്റ്റ് ട്രൈ ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇവന്റെ പേര് സാം വട്ടാക്കുട്ടാ. ഗൈസ് എത്രയും നാള് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഒരു പട്ടിയെ കിട്ടണമെന്ന്. നമുക്ക് അവസാനത്തെ ചാൻസ് ആയിട്ട് ഒരു പട്ടിയെ കിട്ടി. അതെങ്ങനെ നെയിം ടാഗ് ഉണ്ടാക്കണേ നോക്കുന്നു ഗൈസ്. നമുക്ക് നെയിം ടാഗ് എനിക്കതൊന്നുമില്ല. എങ്ങനെയാ ഇത്രക്ക് സിമ്പിൾ ആണോ? എന്റെ ഷുഗർ കെയിൻ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് ഷുഗർ കെയിൻ എടുക്കാം. 4 ഇരിപ്പുണ്ട് വേണ്ടേ. എന്നിട്ട് തന്നെ അല്ല ആൻവിൽ വേണ്ടേ. പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. എടാ സാമേ, നമുക്ക് കുറച്ച് സ്പേസ് എക്സ്പ്ലോറിലൊക്കെ പോകണം. പക്ഷെ ഞാൻ നിന്നെ വീട്ടിൽ ഇരിക്കാൻ പോകുന്നത് കാരണം എനിക്ക് പിന്നെ പേടിയാണ് ഗൈസ്. ഞാൻ ചത്തുപോയി. നമ്മുടെ ഒരേ ഒരു പട്ടി ചത്തുപോയി. അതുകൊണ്ട് ഞാനൊരു എവിടെ ഇരിക്കാം. നീ ഇപ്പൊ അവിടെ ഇരുന്നോളാം കേട്ടോ. ഡോണ്ട് ഗോ എനിവേർ. ഓക്കെ സാം. ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ സ്റ്റാക്കും കൂടെ മതിയെന്ന് ഇത് ഫുള്ള് ബിൽഡ് ചെയ്യാൻ? എനിക്ക് മതിയെന്നാ തോന്നുന്നത്. ഓക്കെ, 33 വെച്ചോണ്ട്
നമുക്കിനി സൈഡ് വാളെല്ലാം പണിയാം. ഞാൻ ഇനി വോൾസ് പണിയാം ഗൈസ്. ഞാൻ 3 ബ്ലോക്ക് റോളിലാണ് കാണിക്കുന്നത്. അത് ഒരു ബ്ലോക്കും കൂടെ വേണം. വേണ്ട, അപ്പൊ ചാടാൻ പറ്റത്തില്ലല്ലോ വീട്ടിലൂടെ. ഇല്ല, എന്തായാലും ഞാൻ പിന്നെ മണ്ടക്കൂടെ സ്ലാബ്സ് അല്ലേ വെക്കുന്നത്, അപ്പൊ പ്രശ്നമില്ല. ഓക്കെ ഗൈസ്, അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്ലേസ് ചെയ്യാൻ 2 3 പിന്നെ നമുക്ക് പോയി ഗ്ലാസ് എല്ലാം കളക്ട് ചെയ്യാം. ഇതിനകത്തുനിന്ന് മാത്രം 16. ചേട്ടാ, അതിനകത്ത് കോള് തീർന്നു. അതൊന്ന് കുറച്ചുകൂടെ കിട്ടാണ്ട് ഗൈസ്. ഇതിനകത്തൊന്നും വേറെ ഇടത്തിൽ ഒരെണ്ണം കൂടെ വേണമായിരിക്കും എനിക്ക്. ഇതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മൊത്തം ഗ്ലാസ് പാനൽസിലോട്ട് ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റാക്കും 2 സ്റ്റാക്ക്, കറക്റ്റ് 2 സ്റ്റാക്ക് നമുക്ക് വീണ്ടും ചുറ്റും വെക്കാം. അടിയിൽ നിന്ന് ഒരു ലെവൽ പോകാം. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലേ ഗൈസ് നല്ലത്, അതാണ് നല്ലത്. 5 വെറുതെ ഇരിപ്പുണ്ട്, കിടക്കാറായിട്ടില്ല. കിടക്കാറായിക്കാണല്ലേ. നമുക്ക് ഈ ഭാഗത്തോടെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 5 4 3 2 1 0. ആ ട്രീയുടെ അവിടെ എത്തുമ്പോൾ മിക്കവാറും നമുക്ക് കിടക്കാൻ പറ്റുമായിരിക്കും. നോക്കാം ഗൈസ്. എനിക്ക് ഒറ്റ പേടിയുള്ളൂ, മിക്കവാറും സോംബീസ് സ്പോണാവും കടക്കാൻ പറ്റുന്നതിന് മുമ്പ്, അത് ഉറപ്പാണ്. പെട്ടെന്ന് എനിക്ക് കിടക്കണം, പെട്ടെന്ന്. ഓക്കെ, ഫൈനലി കിടന്നു ഗൈസ്. എന്റെ അനിയൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. എടാ, എനിക്ക് പുതിയ പട്ടി ഇടുക. ഫസ്റ്റ് ഒരു ബോണി കൊണ്ട് ഇരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ഈ സൈഡിലത്തെ പ്ലാങ്ക്സ് എല്ലാം കൂടെ നമുക്ക് വെക്കാം. അതുകൊണ്ട് ഞാൻ ഇതിന്റെ മണ്ടേ കൂടെ ഗ്ലാസ് പാനൽസ് വെച്ചിട്ട് മണ്ട സ്ലാബ് വെക്കാനാണ് എൻ്റെ രീതിയിരിക്കുന്നത്. എത്ര എണ്ണം വെച്ചോ ആവോ എനിക്കറിയത്തില്ല, കാരണം ഈ ഡോറെല്ലാം ഉണ്ടാക്കണം. ഓക്കെ, 2 ഡോർ ഫാസ്റ്റ് 2 ഡോർ. ഡോർ. ഓക്കെ ഗൈസ്, നമ്മൾ ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 കൂടെ കൊണ്ടുപോയി വെക്കാം. ഈ സൈഡിൽ കൂടെ ഗ്ലാസ് പാനൽസ് വെക്കാം ഫുൾ. Carefully place this. Guys, ഡോറിന്റെ മണ്ടക്കൂടെ വെക്കാൻ പറ്റത്തില്ലേ? നോക്കാം.
പറ്റത്തില്ല. ഒരെണ്ണം വെറുതെ കളഞ്ഞു. ഇങ്ങനെ വെച്ച് പോവാം. അവിടുത്തെ വെച്ച് കഴിഞ്ഞ് ഇവിടുത്തെ ആക്കാം. അതും വേറെ ഒരെണ്ണൂടെ കളഞ്ഞു. ഈ സൈഡിൽ നിന്ന് വെച്ച് പോയി. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ ഗ്ലാസ് അരിഞ്ഞു. ഒരു സൈഡ് കൂടെ വെക്കാറുണ്ടല്ലോ. ഈ സൈഡ് കൂടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫൈനലി നമ്മൾ ഗ്ലാസ് വെച്ച് കഴിയും. താഴോട്ട് ഇങ്ങനെ വെച്ച് പോവാം. ഒരു സൈഡുണ്ട് ഗൈസ്, ഞാൻ മറന്നുപോയി. ഇപ്പൊ ഞാൻ ഗ്ലാസ് വെറുതെ ബ്രേക്ക് ചെയ്യാന്നു ഗൈസ്. നമ്മളിപ്പോ ഒരു സൈഡ് കഴിഞ്ഞാൽ വെച്ച് തീരും. എന്റെ പൊന്ന് പണ്ടാർ ഷീപ്പ് വഴിന്ന് മാറി കയറി കൊന്നിക്കിട്ട് അടി കിട്ടും. പറഞ്ഞാ മാറിക്കണം കേട്ടോ. നിനക്ക് അപ്പത്തോടെ ഇറങ്ങി പോകാറല്ലോ. അല്ല വിടണോ ഗൈസ്? നിങ്ങൾ പട്ടിയുടെ പേര് കമന്റ് ചെയ്തേക്ക്. ഞാനിപ്പോ ചുമ്മാ ഒരു പേരിട്ടേക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പട്ടിക്കൊരു പേര് കമന്റ് ചെയ്യണേ. അടുത്ത ഗ്ലാസ് പാനൽ വെറുതെ കളഞ്ഞു. പെട്ടെന്ന് ബിൽഡ് ചെയ്യുക. ഗൈസ്, ഇനി നമുക്ക് റൂഫും കൂടെ വെക്കണം. എന്താടാ നിങ്ങൾക്ക് കാര്യം? എന്റെ ഫൈനൽ പീസ് ഓഫ് ഗ്ലാസ് അത്രയും വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി പുറത്തോട്ടിറങ്ങാം. നമുക്ക് റൂഫ് വെക്കാം. ഡോർ അവിടെ അല്ലല്ലോ ഇരിക്കേണ്ടത്, കുറച്ച് ഫ്രണ്ടിലായിട്ട് ഇരിക്കേണ്ടത്. എന്ത് ചെയ്യണ്ടേ? ആക്സിന്റെ ഫൈനൽ ഡ്യൂർ വിളിച്ച് നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം ഗൈസ്. കിട്ടിയില്ലേ ആക്സ്? ഡോറെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നാ കാണിക്കേണ്ടെന്ന് വെച്ചാൽ റൂഫ് ചെയ്യണം. അതുകൊണ്ടുള്ള കാര്യം അത് അങ്ങനെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ തന്നെ തീരും ഗൈസ്. പെട്ടെന്ന് 2 സ്റ്റാക്ക് അല്ല 3 സ്റ്റാക്ക് ഇരിക്കട്ടെ. 3 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് പ്ലേസ് ചെയ്യുന്നതാണ്. ചെറുതായെന്ന് പ്രശ്നം. എന്ത് ഷീൽഡ് മാറ്റട്ടെ ഇവിടുന്ന്. നമ്മളിപ്പോ പെട്ടെന്ന് റൂഫ് വെച്ച് ചേർക്കണം. പെട്ടെന്ന് വെച്ചെടുക്ക. പെട്ടെന്ന് വെക്ക്. ചിലപ്പോ ഗൈസ് ഞാൻ റൂഫിന്റെ ഔട്ട്ലൈൻ ചെയ്തിട്ടൊന്ന് വീഡിയോ നിർത്തി നിൽക്കും കേട്ടോ. അവിടെ ഇരിക്കട്ടെ. എന്താ ബ്രേക്ക് ഒരെണ്ണം കൂടെ വെറുതെ പോയി.
എല്ലാവരും ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം എടുക്കാം. കറക്റ്റ് മിഡിലിനൊക്കെ ഒരെണ്ണം പോലും കളയാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ വെച്ച് തീരുമാനിച്ചു നമ്മൾ ഈ പണ്ടാര ഇലക്കിന്റെ വഴി തന്നെ കയറി നിൽക്കണം. പോയാൽ പറ്റില്ലായിരുന്നു. ഇലയാണ് എടുപ്പ് വെച്ച് വീഴ വീണൊരെണ്ണം വെച്ച് പീസസ്. നാളെ കുറെ എണ്ണം കളക്ട് ചെയ്യാനുണ്ട്. പിന്നെ എല്ലാം കൂടെ കളിക്കണം. സോ ഗൈസ്, കറക്റ്റ് ഒരു സ്റ്റാക്കിൽ നമ്മൾ തീർക്കും. സോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോക്ക്. സോ അപ്പോൾ ഞാൻ നിങ്ങളെ നാളത്തെ വീഡിയോ കാണാം. ബൈ.